എമ്പുരാൻ ബുക്കിംഗ് തുടങ്ങി കുറച്ച് നേരത്തിനുള്ളിൽ ആപ്പ് മൊത്തം ക്രാഷായി. ഇങ്ങനൊരു പ്രതിഭാസം നമ്മൾ അധികം കണ്ടിട്ടില്ല. ഇതിൻ്റെ പിന്നിൽ ഒരേ ഒരു പേരേ ഉള്ളൂ. ലാലേട്ടന്റെ തിയേറ്റർ പുൾ എന്ന് പറയുന്നത് വളരെ ലെജൻഡറി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് നമ്മൾ ഇന്നും ഇന്നലെയും കണ്ടു തുടങ്ങിയതല്ല. കേരളത്തിൽ മാസ് മസാലയ്ക്ക് വലിയൊരു തുടക്കം കൊണ്ടുവന്ന നരസിംഹ ആകട്ടെ, മൾട്ടി സ്റ്റാററായിട്ടും ലാലേട്ടന്റെ പേരിൽ അറിയപ്പെട്ട 2020 ആകട്ടെ, മലയാളികളുടെ ഫസ്റ്റ് 50 കോടി ചിത്രമായ ദൃശ്യം ആകട്ടെ, മോഹൻലാൽ എന്ന നടനാണ് ഇതിൻ്റെയൊക്കെ തിയേറ്റർ പുള്ളിന്റെ വലിയൊരു ഭാഗം. നമ്മുടെ ആദ്യ 100 കോടി സിനിമയായ പുലിമുരുകന് വലിയ സ്ട്രോങ് ആയിട്ടുള്ള കഥയൊന്നുമില്ല. വളരെ ക്ലീഷേ പിടിച്ചു പോകുന്നൊരു പരിപാടിയാണ്. എന്നിട്ടും അതൊരു ഇൻഡസ്ട്രി ഹിറ്റായി. ആളുകൾ ടിക്കറ്റ് കിട്ടാൻ പെടാപ്പാട് പെടുകയായിരുന്നു. ഒടിയൻ റിലീസായത് ഒരു ഹർത്താലിൻ്റെ അന്നായിരുന്നു. എന്നിട്ടും അതുവരെയുള്ള ഒരുപാട് ഫസ്റ്റ് ഡേ റെക്കോർഡുകൾ തൂക്കി എറിയുകയായിരുന്നു ആ സിനിമ. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ലാലേട്ടന് ഹിറ്റുകൾ കുറവാണ്. മിക്ക സിനിമകളും വർക്കാവാത്തതാണ്. ഇതിൻ്റെ പേരിൽ ഒരുപാട് നെഗറ്റിവിറ്റി നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഒരു ട്രെയിലർ ഇറങ്ങേണ്ട താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പുള്ള് 4 ഇരട്ടിയായിട്ട് കുതിച്ചു. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 24 മണിക്കൂറിൽ 6,45,000 ടിക്കറ്റ് വിറ്റുപോയത്. ഈ ഒരു പോയിന്റിൽ മോഹൻലാൽ എന്ന് പറയുന്നത് നമുക്കൊരു നടൻ മാത്രമല്ല, നമ്മുടെ കൾച്ചറിൽ ഇൻഗ്രെയിൻഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ കൂടെയാണ്. കണ്ടറിയണം കോശി 27-ാം തീയതി എന്താ സംഭവിക്കാൻ പോകുന്നത്.